ഇവിടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയല്ല. പോലീസിലുള്ള ഒരു സംഘി അനുഭവം കൂടുതലാണെന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നത് അത് അടിസ്ഥാനരഹിതമാണ്. സംഘി കുറ്റാരോപണം ഈ ഗവൺമെന്റിനെതിരായി അടിസ്ഥാനരഹിതമായി ഉന്നയിക്കുന്ന ആരോപണമാണ്. സിൽവർ ലൈനിലേക്ക് നമ്മൾ എത്തേണ്ടി വരും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിന് വിലങ്ങ് തടിയായി അല്ലെങ്കിൽ പാറ വെച്ചത് കോൺഗ്രസ് ആണോ BJP ആണോ? രണ്ടു കൂട്ടരും, കോൺഗ്രസും ഉണ്ട് BJP യും. ആരും പട്ടിണി കിടക്കുന്നില്ല കേരളത്തിൽ. എന്നാൽ ദാരിദ്ര്യമുണ്ട്. നികുതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്താ കേന്ദ്ര ഗവൺമെൻറ് നിലപാട്? സ്റ്റേറ്റിൻ്റെ വരുമാനം കവർന്നെടുക്കുകയാണ്. സ്റ്റേറ്റിൻ്റെ വരുമാനത്തിന് വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. എത്ര ജനോപകാരപ്രദമായ പദ്ധതികൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാലും UDF എതിർക്കുന്നു, BJP പിന്തുണ നൽകുന്നു, BJP എതിർക്കുന്നു, UDF പിന്തുണ നൽകുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ സഖാവ് TP രാമകൃഷ്ണൻ സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളോട് പ്രതികരിക്കുന്നു. തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുകയാണ് മുന്നണി. അതൊരു പുതിയ സാഹചര്യവുമാണ്. എന്തൊക്കെയാണ് LDFൻ്റെ പ്രതീക്ഷകൾ? 10 വർഷം പൂർത്തിയാകാൻ പോകുന്നു ഭരണത്തിന്. 9 വർഷം കഴിഞ്ഞു. ഈ 9 വർഷക്കാലത്തിനിടയിലുള്ള ഭരണത്തിൻ്റെ ഞങ്ങളുടെ മുമ്പിലുള്ള അനുഭവം, ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവം, അതാണ് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം. 2016 പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. 2021 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് വീണ്ടും ഭരണത്തിൽ തുടർച്ച നൽകാൻ ജനവിധി ഉണ്ടായി. ഇപ്പോൾ 2016 മുതൽ 2021 വരെയുള്ള ഭരണത്തിൽ കേരളത്തിൻ്റെ വികസനത്തിലും ക്ഷേമപ്രവർത്തനങ്ങളിലും ഒരു പുതിയ അനുഭവമാണ് ജനങ്ങൾക്ക് ഉണ്ടായത്. ഇവിടെ നടപ്പിലാവില്ല എന്ന് കണക്കാക്കിയിട്ടുള്ള പല പദ്ധതികൾക്കും തുടക്കം, വൻകിട പദ്ധതികൾക്ക്. ഗെയിൽ പൈപ്പ് ലൈൻ വർക്ക് പൂർത്തീകരിക്കുന്ന സ്ഥിതി വന്നു. ദേശീയപാതാ വികസനം അത് അടഞ്ഞ അധ്യായമായി നിന്നായിരുന്നു കേരളത്തിൽ. അത് വർക്ക് പുനരാരംഭിച്ചു. നല്ല പുരോഗതിയിലേക്ക് പോയി. കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ് ഒരു നാഷണൽ ഹൈവേയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇവിടെ 6000 കോടി രൂപ കേരള ഗവൺമെൻറ് അനുവദിക്കുന്നത്. തുകയിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ തുക ഭൂമിയുടെ ഉടമകൾക്ക് ശരിയായ വില കിട്ടുന്നതിന് വേണ്ടിയാണ് വിനിയോഗിച്ചത്. ഇതൊരു സമീപനത്തിൻ്റെ സാധാരണ നിലയിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാത്തൊരു കാര്യമാണ് ഇവിടെ കേരള ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മലയോര ഹൈവേ, തീരദേശപാത, ഇതെല്ലാം വളരെയേറെ മുമ്പോട്ട് പോയി. 2021 വീണ്ടും അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ഈ വർക്കെല്ലാം പൂർത്തീകരണത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നവരാണ്. ഭക്ഷ്യ ലഭ്യത അവർക്ക് ഉറപ്പാക്കി. ആരും പട്ടിണി കിടക്കുന്നില്ല കേരളത്തിൽ. എന്നാൽ ദാരിദ്ര്യമുണ്ട്. അതൊരു പരിശോധന നടത്തിയ സമയത്ത് 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അതിൻ്റെ വ്യത്യസ്ത ഘടകങ്ങളുണ്ട് അതിദാരിദ്ര്യത്തിൻ്റെ. അത് അവസാനിപ്പിക്കുകയാണ് കേരളത്തിൽ. അത് ഈ നവംബർ 1-ാം തീയതി, കേരളപ്പിറവി ദിനമായ നവംബർ 1-ാം തീയതി സംസ്ഥാന ഗവൺമെൻറ് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണത്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നത്. ഇതുകൊണ്ട് ദാരിദ്ര്യം അവസാനിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ദാരിദ്ര്യം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം വേണം. എല്ലാ വീട്ടിലും തൊഴിൽ വേണം. തൊഴിലുണ്ടെങ്കിലേ വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തൊഴിലും ആ തൊഴിൽ സൃഷ്ടിക്കുന്നതിനാവശ്യമായ സൗകര്യമുണ്ടാവും. അതിന് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളം ഒരു വൈജ്ഞാനിക സമൂഹമായി പരിവർത്തിപ്പിക്കുന്നതിനുള്ള നിലപാട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കാം. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, സ്കിൽ ഡെവലപ്മെൻ്റ് കാര്യത്തിൽ, ഇതിലെല്ലാം വേറിട്ടൊരു നിലപാട് കേരളം സ്വീകരിക്കാം. ഇങ്ങനെ ഓരോന്നും. പിന്നെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത നിലയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 62 ലക്ഷം ആളുകൾ അനുഭവിക്കുന്നത്. 1,600 രൂപയാണ് പെൻഷൻ. ആ പെൻഷൻ വർദ്ധിപ്പിക്കും.
പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പാണ്. അതിവിടെ പാലിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഒരു പെൻഷനും ലഭ്യമാകാത്ത വീട്ടമ്മമാരുണ്ട്. അവർക്ക് പെൻഷൻ അനുവദിക്കും. വീട്ടിലെ തൊഴിലിന് ഈ ഗവൺമെൻറ് ചരിത്രത്തിലാദ്യമായി അംഗീകാരം നൽകാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള വേറിട്ട പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. കേരളം ഈ ദിശയിലൂടെ കേരളത്തിൻ്റെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. ഈ മൂന്നാം തവണയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളുടെ ജീവിതത്തിലുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരും എന്നതാണ് ഇപ്പോൾ ഉള്ള സ്ഥിതി. അതാണ് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നത്. തുടർഭരണം ഇടതുമുന്നണിയെ ചീത്തയാക്കുമെന്ന വിലയിരുത്തലുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഉദാഹരണമായി കാണുന്നത് ബംഗാളാണ്. അത്തരത്തിൽ 10 വർഷം പൂർത്തിയാക്കുകയാണ് സർക്കാർ. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ കാണേണ്ടത്, ഇപ്പം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴെല്ലാം ആ ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് കേരളത്തിൽ CPIM വ്യക്തമായ നയരേഖയുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. 1957 EMS ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അന്ന് CPM രൂപപ്പെട്ടിട്ടില്ല. ആ ഗവൺമെൻറ് അധികാരത്തിൽ 1956 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഒരു രേഖ അംഗീകരിച്ചു. അത് ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിർണ്ണയിക്കുന്നൊരു കാര്യം. ഭൂമിയുടെ അവകാശം, വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണം, അധികാര വികേന്ദ്രീകരണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഊന്നൽ നൽകി. തൊഴിൽ പ്രശ്നങ്ങളിൽ പോലീസ് ഇടപെടരുത്, ഒരു പുതിയ അന്തരീക്ഷമാണത്. ഇവിടെ ഈ നാടുവാഴിത്വത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും വല്ലാത്ത കിരാത നീതിയിൽ നിന്ന് ജനങ്ങൾക്ക് രക്ഷ കിട്ടുകയാണ്. അതാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചത്. 59 EMS ഗവൺമെൻറ് തകർന്നല്ലോ. എന്താ കാരണം? കർഷക ബന്ധ നിയമം, വിദ്യാഭ്യാസ പരിഷ്കരണ നിയമമാണ്. കർഷക ബന്ധ നിയമം തകർന്നതിനെ തുടർന്ന് ബില്ല് പാസ്സാക്കി കേരള നിയമം 59. പക്ഷെ ആ നിയമം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ആ നിയമം നടപ്പിലാക്കാത്തത് കൊണ്ട് നഷ്ടമാർക്കാം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ്. പാവപ്പെട്ട ജനങ്ങളുടെ കൈവശം വരേണ്ടുന്ന ഭൂമി നഷ്ടപ്പെട്ടു പോയി. ഇതാണ് നിലപാട്. ഇങ്ങനെ ഓരോ പിന്നീട് 67 EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്നതുകൊണ്ട് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കൊണ്ടുവന്നു. 59 പാസ്സാക്കിയ കർഷക ബന്ധ നിയമം നടപ്പിലായില്ല എന്നുള്ളത് കൊണ്ട്, നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല ആ നിയമത്തിൻ്റെ ചിറകരിഞ്ഞ് കളഞ്ഞു. അങ്ങനെയാണ് 67 വീണ്ടും EMS ഗവൺമെൻറ് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കൊണ്ടുവരാൻ നിർബന്ധിതമാകും. ആ നിയമം വന്നപ്പോൾ 10 സെൻറ്റ് കുടികിടപ്പുകാർക്ക് 10 സെൻറ്റ് ഭൂമി അവകാശം. ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമി 15 ഏക്കറാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഭൂമി കൈവശമുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് നിക്ഷിപ്തമാകണം. ഗവൺമെൻറ് നിക്ഷിപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് പിന്നീട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് എടുത്തില്ല. കുടികിടപ്പ് അവകാശവും ജന്മിമാർ നേരിട്ട് കൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ ഭൂമിയുടെ അവകാശം, ജന്മാവകാശം, സാധാരണ കുടിയാന്മാർക്ക് ജന്മാവകാശം വേണം. ജന്മിമാർ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുക, എന്നിട്ട് എല്ലാ പീഡന നടപടികളും പാവപ്പെട്ട കൈവശ ഭൂമിക്കാരനും കുടികിടപ്പുകാർക്കെല്ലാം എതിരെ. അത് അന്നത്തെ ഒരു നീതിയായിരുന്നു അത്, ജന്മിത്വത്തിൻ്റെ. ഇവിടെ ഈ ഒരു EMS ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നതിനെ തുടർന്ന് 57 ഗവൺമെൻറ് 67 ഗവൺമെൻറ്, ഈ രണ്ട് ഗവൺമെൻറ്റിൻ്റെയും നിലപാടിൻ്റെ ഭാഗമായി ഒരു വർഗം കേരളത്തിലില്ലാതായി. അത് ജന്മി വർഗമാണ്. കേരളത്തിൽ നിന്ന് പാട്ടവ്യവസ്ഥയില്ല. അപ്പോൾ ഇത് കേരളത്തിലെ ഭൂബന്ധങ്ങളിൽ വരുത്തിയിട്ടുള്ള മാറ്റമാണ്. ഈ മാറ്റം വരുത്തുന്നതിന് സഹായകരമായ രേഖകൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2016 വീണ്ടും അതിൻ്റെ ഇടയിൽ വന്ന നയനാർ ഗവൺമെൻറ്, VS ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാലത്ത് എങ്ങനെ ഗവൺമെൻറ് പ്രവർത്തിക്കണം എന്നുള്ളതിനുള്ള മാർഗനിർദ്ദേശമുണ്ട്. 2014 പിണറായി വിജയൻ ഗവൺമെൻറ്റും അധികാരത്തിൽ വന്നു. അപ്പോൾ ഒരു പുതിയ പരിപാടി, ഗവൺമെൻറ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കാഴ്ചപ്പാട് അംഗീകരിക്കേണ്ടി വന്നു. ക്ഷേമ പ്രവർത്തനങ്ങളിൽ മാത്രം പ്രധാന ശ്രദ്ധയൂന്നി കേന്ദ്രീകരിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായി വൻകിട വികസന പദ്ധതികൾ, കേരളത്തിൻ്റെ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ, പുതിയ വ്യവസായ സംരംഭങ്ങളിലേക്ക് പോകാൻ, ഇതിനെല്ലാമുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്ന് കണ്ടു. ഇങ്ങനെ നിലപാടിൽ മാറ്റം വരുത്തി പ്രവർത്തിക്കുകയാണ്.
ഇവിടെ ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ എന്താ ഇവിടെ പ്രധാനമായിട്ടുമുള്ളത്? ഇവിടെയുള്ള വരുമാനം എങ്ങനെ വിനിയോഗിക്കണം, ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, CPIM-നുണ്ട്. ആ കാഴ്ചപ്പാട് ഗവൺമെൻറ്റിലൂടെ നടപ്പിലാക്കാനാണ് ഞങ്ങളുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ കാര്യത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കാൻ ചിലപ്പോൾ ഇവിടെ ഈ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം, മറ്റ് കാര്യങ്ങൾ, പെൻഷൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ഐക്യമുന്നണി ഗവൺമെൻറ്റിലൂടെ ചെയ്തു കാണിക്കുകയാണ് കേരളത്തിൽ ഈ ഭരണത്തിൻ്റെ അനുഭവങ്ങളിലൂടെ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണെങ്കിൽ ഇതിന് ബംഗാളുമായിട്ടൊരു താരതമ്യവുമില്ല. ബംഗാളിലെ നിലപാടുകൾ പാർട്ടി പരിശോധിച്ചിട്ടുണ്ട്, അതിൻ്റെ തെറ്റും ശരിയും പരിശോധിച്ചിട്ടുണ്ട്. ബംഗാളിലും ത്രിപുരയിലും വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് CPIM പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ പ്രകടമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇടതുമുന്നണി ചൂണ്ടിക്കാണിക്കുക? ലൈഫ് പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ ആളുകൾക്കും വീട് കേരളം പൂർണ്ണമാകാൻ പോവുകയാണ് കേരളത്തിൽ. അതിൻ്റെ ഇപ്പം തന്നെ 5 ലക്ഷം വീട് ഈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ച് വീട് കിട്ടാത്ത ആളുകൾക്കെല്ലാം വീട്, അതിന് ഹഡ്കോവിൽ നിന്ന് കടം വാങ്ങി വീടിൻ്റെ പ്രശ്നം പൂർവ്വം വരിക. കേരളത്തിലെ ഇതിൽ കുടുംബ ബന്ധങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. പഴയ കൂട്ടുകുടുംബമല്ല, ഇപ്പം അണുകുടുംബങ്ങളിലേക്ക് മാറി. അങ്ങനെ വന്നപ്പം കൂടുതൽ കുടുംബങ്ങൾക്ക് വീട് ആവശ്യമായി വന്നിട്ടുണ്ട്. സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത എല്ലാ കുടുംബങ്ങൾക്കും വീട്, അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത്. അത് പൂർണ്ണമാവുകയാണ് കേരളത്തിൽ. ഇതൊരു പുതിയ അനുഭവമാണ്. വീട് ഈ കേരളത്തിൽ ഒരു കുടുംബവും പട്ടിണി കിടക്കുന്നില്ല, അത് ഉറപ്പാണ്. ഇനി പട്ടിണി കിടക്കുന്ന ആൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ബന്ധപ്പെട്ട ലോക്കൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തെ അറിയിച്ചു കഴിഞ്ഞാൽ പരിഹാരമുണ്ട്. കേരളത്തിൽ എല്ലാ വീടും വൈദ്യുതീകരിച്ചു കഴിഞ്ഞു, എല്ലാ വീട്ടിലും വൈദ്യുതി ഉണ്ട്. ഇനി കേരളത്തിൽ എല്ലാ വീടുകളിലും വാട്ടർ കണക്ഷൻ, വൈദ്യുതി ലഭിക്കുന്നത് പോലെ തന്നെ പൈപ്പ് ലൈൻ വഴി മുഴുവൻ വീടുകളിലും വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുക്കുക. തുടർന്ന് ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചെന്തിനാ? കേരളത്തിൽ ഈ പാചകവാതക കണക്ഷൻ വീടുകളിൽ എത്തിക്കാനാണ്. അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കൊടുത്തു തുടങ്ങി. ഉണ്ണിക്കുളം പഞ്ചായത്തിൽ ഇത് വ്യാപകമായി ഇപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. പാചകവാതകം കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഈ കണക്ഷൻ എത്തിക്കും. ഇപ്പോൾ വൈദ്യുതി എന്താ സാധാരണ ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ ഇപ്രകാരം പരിഹരിക്കപ്പെടുകയാണ്. ഇതെല്ലാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. ഇവിടുത്തെ വൻകിട പദ്ധതികളെടുത്ത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഒരു ഘട്ടത്തിൽ UDF നിർത്തിയതാണത്. UDFിൻ്റെ കാലത്താണത് തുടങ്ങിയതെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ UDF അത് പ്രൊസീഡ് ചെയ്യാതെ തുടരാതെ നിന്നു. അത് കേരളത്തിലെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ തീരുമാനിച്ചു. വിഴിഞ്ഞം തുറമുഖം പ്രാവർത്തികമാക്കി അത് ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇന്ന് കേരളത്തിൽ സ്വീകരിക്കാതെ വിഴിഞ്ഞം തുറമുഖം. ഇങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാലും കേരളത്തിലെ വൻകിട പദ്ധതികൾ ഈ നാടിൻ്റെ പൊതുവികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ് പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അനുഭവം ഞങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം വെച്ച് അപ്പം ഗവൺമെൻറ്റിൻ്റെ പൊതുവായ നേട്ടങ്ങളായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ശബരിമല പ്രശ്നത്തിൽ ശബരിമല വികസനത്തിന് വേണ്ടി കേരള ഗവൺമെൻറ് വലിയ തോതിൽ മുമ്പോട്ട് പോയില്ലേ? എന്തെല്ലാം ആക്ഷേപങ്ങളാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്? അവസാനം RSS BJP വിഭാഗം കൂടുതൽ തീവ്രവാദപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു. അവർ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തു. ഇങ്ങനെ ഒരു കടുത്ത വർഗീയമായ നിലപാടെടുത്ത സമയത്ത് NSS ഈ നിലപാടിനെ ശക്തമായിട്ട് എതിർക്കുന്ന സമീപനമാണ്. അത് കേരളത്തിലെ ഗവൺമെൻറ് കാണിച്ച പോസിറ്റീവായ നിലപാട്, ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട്. ഇത് NSS പൊതുവെ അംഗീകരിക്കുകയും അതിന് പിന്തുണ നൽകുക എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചല്ലോ. ഇതെല്ലാം എടുത്തു വന്ന ശരിയായ നിലപാടിന് അനുകൂലമായ സമീപനമാണ്. ആ സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇനിയും കുറെ കൂടി മെച്ചപ്പെടേണ്ട മേഖലകൾ ഏതെങ്കിലും ഉണ്ട് എന്ന് മുന്നണി വിലയിരുത്തുന്നുണ്ട്. അതേതൊക്കെയാണ്? അതിൽ ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് തൊഴിലില്ലായ്മയുടെ പ്രശ്നം തന്നെയാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം വേണം. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ്
സാധാരണ നില ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് പരിഹരിക്കാൻ കഴിയേണ്ട ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ. ഇവിടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയല്ല. ഇവിടെ ഒരു ജനകീയ ജനാധിപത്യ സർക്കാർ എന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെൻറ്റിന് ഉപയോഗിച്ച് ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് കേരളം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളും പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയും, പരിഹാരം കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. ഈ ഗവൺമെൻറ്റിന് അധികാര തുടർച്ച കിട്ടും. അധികാര തുടർച്ച കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നം, ഇപ്പോൾ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികളെ അയക്കുന്നില്ലേ? വിദേശ രാജ്യങ്ങളിലെ കുട്ടികളെ അയക്കുന്ന സമയത്ത് അവിടെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പഠിച്ച് അവർക്ക് ജോലിയും ചെയ്യാം, ജോലി ചെയ്ത് പഠിക്കാം. ആ സൗകര്യമില്ലേ? ആ സൗകര്യം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ വിദേശത്ത് വന്ന കുറേ കുട്ടികളും കേരളത്തിൽ നിൽക്കില്ലേ? അപ്പോൾ കേരളത്തെ ആ രീതിയിലേക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിയും. പിന്നെ ഇതിനൊക്കെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ളൊരു സാമ്പത്തിക പ്രശ്നമുണ്ട്. കേരളത്തെ സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം തകർക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിനെ അതിജീവിച്ച് കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമമാണ് ഇന്ന് കേരളത്തിൽ അത് വിജയകരമായി മുമ്പോട്ട് പോകുന്നുണ്ട്. അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. പോലീസാണ് സർക്കാരിനെ ഏറ്റവും വിമർശന വിധേയമാക്കി നിർത്തിയിട്ടുള്ളത്. പോലീസ് അല്ലെങ്കിൽ പോലീസിൻ്റെ ഇത്തരം ഇടപെടലുകളെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റ് പലരും ആക്ഷേപിക്കുന്നത് പോലെ പോലീസിലുള്ള ഒരു സംഘി അനുഭവം കൂടുതലാണെന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നത് അത് അടിസ്ഥാനരഹിതമാണ്. സംഘി കുറ്റാരോപണം ഈ ഗവൺമെൻറ്റിനെതിരായി അടിസ്ഥാനരഹിതമായി ഉന്നയിക്കുന്ന ആരോപണമാണ്. നമ്മൾ കമ്പയർ ചെയ്യണം. UDA ഗവൺമെൻറ് കാലത്തുള്ള പോലീസ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ നിരവധി അനുഭവങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്. ഇവിടെ തെളിയിക്കാൻ കഴിയില്ല എന്ന് കണക്കാക്കിയ നിരവധി കേസുകൾ തെളിയിക്കാൻ പോലീസിൻ്റെ അകത്ത് ചില പുൽക്കുത്തുകളുണ്ട്. തെറ്റായ രീതി സ്വീകരിക്കുന്ന ചില പോലീസുകാരുണ്ട്. ഗവൺമെൻറ് നയത്തിനെതിരായി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില പോലീസുകാർ കേരളത്തിലുണ്ട്. അതിൽ അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ കേരളത്തിലെ ഗവൺമെൻറ് നടപടി തോന്നും. 114 പോലീസുകാരെ ഇങ്ങനെ ഇപ്പോൾ കേരളത്തിൽ പിരിച്ചിട്ടില്ലേ? ഇത് ഏത് കാലത്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ? അപ്പോൾ തെറ്റിനോടുള്ള ഗവൺമെൻറ്റിൻ്റെ ഉറച്ച നിലപാടാണ്. ആ നിലപാട് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് പോലീസിൽ എല്ലാം മോശമാണ്, അല്ലെങ്കിൽ പോലീസിൽ പുഴുക്കുത്തുകൾ കൂടുതലാണ്, അങ്ങനെയല്ല കണക്കാക്കേണ്ടത്. ഓരോ തെറ്റിനോട് സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരുന്നുണ്ട്, ജനങ്ങളുടെ മറ്റ് പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. അതിൽ പോലീസിൻ്റെ നിലപാടെന്ത്? ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപനത്തിൻ്റെ പക്ഷത്താണോ പോലീസ്? അതാണ് പരിശോധിക്കേണ്ടത്. ആ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ പക്ഷത്താണ് പോലീസ്. ഈ എല്ലാ തെറ്റിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള സുരക്ഷിതത്വം, കുട്ടികളുടെ സംരക്ഷണം, ഈ മേഖലയിൽ ഉയർന്നു വരുന്ന കേസുകൾ, പരാതികളെല്ലാം സർക്കാർ ഏറെ പ്രാധാന്യം കൊടുത്ത് അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് മുൻകാലങ്ങളിൽ വ്യത്യസ്തമാണ്. ഇതാണ് കേരളത്തിൽ. ഇപ്പം UDFകാർ നിയമസഭയിൽ കുറേ പ്രമേയങ്ങളും പ്രശ്നങ്ങളും കൊണ്ടുവന്നില്ലേ? വസ്തുതകൾ ചർച്ച ചെയ്യാൻ തയ്യാറായ സമയത്തോ UDFന് ഈ നിലപാടിൽ നിന്ന് അവർക്ക് മാറേണ്ടി വരുന്നില്ലേ? അപ്പം അതാണ് സ്ഥിതി. അപ്പം വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന നല്ല കാര്യങ്ങളൊന്നും UDFന് മനസ്സിലാവുന്നില്ല. അവർ പിന്നെ എതിർപ്പും പ്രശ്നങ്ങളൊക്കെ മുമ്പോട്ടാണ്. അത് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ മുമ്പുള്ള അനുഭവം. പോലീസ് ഭരണത്തെ പോലെ തന്നെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ് ധനമാനേജ്മെൻറ്റ്. പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് കെൻ ബാലഗോപാൽ തന്നെ ആവർത്തിച്ച് പറയുന്നു. എന്നാൽ ഇതിന് നമ്മൾ കാണുന്ന മറുപടി എന്ന് പറയുന്നത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ലെങ്കിൽ കൂടി അത് മാനേജ് ചെയ്യാൻ സർക്കാരിന് കഴിയേണ്ടതല്ലേ? ആണല്ലോ, അങ്ങനെ മാനേജ് ചെയ്തിട്ടല്ലേ ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ കേന്ദ്ര വിഹിതത്തെ മാത്രം ആശ്രയിച്ചല്ല നിൽക്കുന്നത്. കേന്ദ്രവിഹിതം കിട്ടണം എന്നുള്ളതൊരു പ്രധാന പ്രശ്നം തന്നെ. കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന നിലപാടിലേക്ക് പോകണം. ഇപ്പോൾ കേരളത്തിൻ്റെ വരുമാനം കുറഞ്ഞിട്ടുണ്ട്. നികുതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്താ കേന്ദ്ര ഗവൺമെൻറ് നിലപാട്? സ്റ്റേറ്റിൻ്റെ വരുമാനം കവർന്നെടുക്കുകയാണ്. സ്റ്റേറ്റിൻ്റെ വരുമാനത്തിന് വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. GST ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് വന്ന സമയത്ത് കേന്ദ്രം നൽകുന്ന വിശദീകരണം സ്റ്റേറ്റിന് കൂടുതൽ ഇത് സൗകര്യമാവുന്നതാണ്. അങ്ങനെയല്ല, ഫലത്തിൽ അതല്ല പ്രവർത്തിച്ച് നമുക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, സ്റ്റേറ്റിന് ഗുണം ചെയ്യും.
ഇവിടെ അനുഭവത്തിൽ വന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ വരുമാനം കുറയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ അതിജീവിക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇപ്പോൾ അതിജീവിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞത്. ദുർബല ജനവിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു തീർക്കാൻ കഴിഞ്ഞത് ഈ നയത്തെ എതിർത്ത് ബദലായിട്ടുള്ള സമീപനം സ്വീകരിക്കും തന്നെ. കേരളത്തിൻ്റെ പിന്നെ സഹകരണ മേഖലയുണ്ട്. വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ് കേരളത്തിലുള്ളത്. ആ സഹകരണ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി നാനാതരത്തിലുള്ള ആക്രമണങ്ങൾ BJPയും UDFും ചേർന്ന് നടത്തുകയാണ്. ജനങ്ങളുടെ മാത്രമായിട്ടുള്ള സ്ഥാപനം, ഒരു സമാന്തര സ്ഥാപനം പോലെ സഹകരണ മേഖലയുടെ വളർച്ച കേരളത്തിൻ്റെ പുരോഗതിക്ക് വളരെയധികം സഹായകരമായ നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതിനെപ്പോലും തടയാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ധനകാര്യ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ്. ഇപ്പം ഇവരുടെ സപ്ലൈകോ അവരുടെ വിതരണ ശൃംഖലകൾ ശക്തിപ്പെട്ടില്ലേ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഈ കൺസ്യൂമർ ഫണ്ടിൻ്റെ വിതരണ കേന്ദ്രങ്ങളെക്കുറിച്ച് ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൺസ്യൂമർ ഫണ്ടും സപ്ലൈകോവും മാർക്കറ്റിൽ ഇടപെട്ടത് ജനങ്ങൾക്ക് ആശ്വാസമായില്ലേ? അതല്ലേ കേരളത്തിൻ്റെ അനുഭവം. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഇടപെട്ട് ജനങ്ങളെ സഹായിക്കാൻ കഴിയാവുന്ന വിലക്കയറ്റത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന നിലപാട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. അതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. ഇതാണ് ബദൽ നയം. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്ന് വിലയിരുത്തുന്നുണ്ട്. സിൽവർ ലൈൻ പദ്ധതി ഇപ്പം അതിൽ നമ്മൾ റെയിൽവേൻ്റെ ഒരു ആവശ്യകതയാണ് നോക്കേണ്ടത്. റെയിൽവേൻ്റെ ആവശ്യകത നോക്കുന്ന സമയത്ത് ഇന്ന് നിലവിലുള്ള റെയിൽവേ ലൈൻ നമുക്ക് ഹൈ സ്പീഡ് ട്രെയിൻ ഓടിക്കാൻ പറ്റാവുന്നതല്ല. വളഞ്ഞുള്ള റെയിൽവേ ലൈനുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ സ്ട്രെയിറ്റ് റെയിൽവേ ലൈൻ വന്നെങ്കിലേ നമുക്ക് ഹൈ സ്പീഡ് ട്രെയിൻ ഓടിക്കാൻ കഴിയുള്ളൂ. ഇപ്പം ചൈനയിൽ ഓടിക്കുന്ന ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ യാത്ര ചെയ്ത ആളുകൾക്കറിയാം എത്ര ഫ്ലൈറ്റിനേക്കാളും വേഗതയിൽ ഓടുന്ന ട്രെയിൻ. അങ്ങനെ ഒരു ഹൈ സ്പീഡ് ട്രെയിൻ കേരളത്തിൽ വേണം. ചൈനേൻ്റെ ആ വേഗതയിലുള്ള ട്രെയിനൊന്നും കേരളത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എന്നാൽ നമുക്ക് വളരെയേറെ മുമ്പോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയാണ് സിൽവർ ലൈനിന് വേണ്ടിക്കൊണ്ടുള്ള പ്രപ്പോസൽ കേരളം മുന്നോട്ട് വെച്ചത്. പക്ഷേ പല രീതിയിലുള്ള എതിർപ്പ് അതിനെതിരായി വന്നു. എതിർപ്പിനെ വകവെക്കാതെ തന്നെ കേരള ഗവൺമെൻറ് മുന്നോട്ട് പോയി. പക്ഷെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം കിട്ടണം. കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം കിട്ടാതെ നടപ്പിലാക്കാൻ കഴിയില്ല. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നിലവിലുള്ള റെയിൽവേ ലൈനിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയും? ഇതിൻ്റെ ഒരു ഗൗരവമായ ആലോചന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിലവിലുള്ള ലൈനിൽ കൂടുതൽ വികസനം നടത്തി നമുക്ക് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാൻ കഴിയും. ഉണ്ടെങ്കിൽ ആ സാധ്യതയും കേരള ഗവൺമെൻറ് പരിശോധിക്കുക. കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിന് വാശിയല്ല ഉള്ളത്. സിൽവർ ലൈനിലേക്ക് നമ്മൾ എത്തേണ്ടി വരും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഈ കേരളത്തിൽ നാഷണൽ ഹൈവേൻ്റെ വർക്ക് തീർന്നു കഴിഞ്ഞാൽ എന്താ കേരളത്തിലെ ഗതാഗത രംഗത്ത്, യാത്രാ രംഗത്ത് ലഭിക്കാൻ പോകുന്ന സൗകര്യം? സമയം വലിയ തോതിൽ ആളുകൾക്ക് ലാഭിക്കാൻ കഴിയുന്നതാണിത്. അപ്പോൾ അതിനേക്കാൾ ലാഭമുണ്ടാക്കുന്നതാണ് ഈ സിൽവർ ലൈനിൻ്റെ പ്രപ്പോസൽ. പക്ഷേ ദൗർഭാഗ്യവശാൽ എല്ലാവരും അതിനോട് യോജിച്ചില്ല. കേരളത്തിൽ UDFും BJP എല്ലാം അതിനെ എതിർക്കുകയാണ്. അതിനെ അതിജീവിച്ച് കേരളത്തിന് അനുയോജ്യമായ ലൈൻ ഉണ്ടാക്കാൻ തന്നെയാണ് LDF ശ്രമിച്ചിട്ടുള്ളത്. അപ്പം കേരളത്തിൽ നിലവിലുള്ള ലൈൻ ഉപയോഗിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് നിലപാട്. ആ സാധ്യതയും കേരളം ഉപയോഗിക്കുകയാണ്. സിൽവർ ലൈനിലേക്ക് കേരളം എത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല. അതിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടി വരും. അതാണ് കേരളത്തിൻ്റെ ഈ ഗതാഗത രംഗത്തുള്ള പൊതുവായിട്ടുള്ള അനുഭവം. യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിന് വിലങ്ങ് തടിയായി അല്ലെങ്കിൽ പാര വെച്ചത് കോൺഗ്രസ് ആണോ BJP ആണോ? രണ്ടു കൂട്ടരുണ്ട്. കോൺഗ്രസും ഉണ്ട് BJPയും. രണ്ടു കൂട്ടരും ഈ എത്ര ജനോപകാരപ്രദമായ പദ്ധതികൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാലും UDF എതിർക്കുന്നു, BJP അതിന് പിന്തുണ നൽകുന്നു. BJP എതിർക്കുന്നു, UDF പിന്തുണ നൽകുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ രണ്ടു കൂട്ടരും കേരളത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാകുന്ന സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്.